ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ റമദാൻ പ്രിപ്പറേഷൻ്റെ എല്ലാം ഭാഗമായിട്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് കൽമാസാണ് ഉണ്ടാക്കുന്നത്. കൽമാസ് നല്ല സൂക്ഷിച്ച് നമ്മൾ കാണിക്കുന്ന രീതിയിലെല്ലാം ഉണ്ടാക്കിയാൽ നമുക്ക് അത്രയും കാലം ഫ്രീസറിൽ ഒരു കേട് കൂടാതും സൂക്ഷിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു റെസിപ്പി കൂടിയാണിത്. നമ്മുടെ കല്ലുമ്മക്കായിൻ്റെയിലും കല്ലുമ്മക്കായി ചിലവർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവർക്കെല്ലാം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ചിക്കൻ വെച്ചിട്ടുള്ള കൽമാസാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ കൽമാസ്. അതിനായിട്ട് ആദ്യം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയുള്ളത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകെല്ലാം ചേർത്തിട്ടൊന്ന് കുറച്ച് ഓയിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഉള്ളി കട്ട് ചെയ്തത്, ഒരു 4 വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ കടികളുണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഉള്ളി നല്ലോണം വഴറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉള്ളി നല്ലോണം വഴറ്റിയിട്ട് വേണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് നമ്മുടെ കടികൾ കുറേ കാലം ഫ്രീസറിൽ കേടാവാണ്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ഉള്ളിൽ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം 1/2 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് അതിൻ്റെ പച്ചമുളകെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഗരം മസാല കുരുമുളകെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിൽ ഉപ്പ് ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാല ഫില്ലിങ് റെഡിയായി. ഇനി നമ്മുടെ കൽമാസിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ചിരണ്ടിയ തേങ്ങ എടുക്കാം, ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് നമ്മുടെ വലിയ ജീരകവും ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം ഞാൻ ഈ ഒരു രീതിയിൽ തേങ്ങ പൂളായിട്ട് എടുത്തുകൊണ്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നോർമലി ചിരണ്ടിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചു കൊടുക്കുക. ഈ ഒരു ടൈം ഉപ്പ് ചേർക്കുന്നെങ്കിൽ ചേർക്കുക. ഞാൻ ഈ ഒരു ടൈം ചേർക്കാൻ വിട്ടതുകൊണ്ട് അരച്ചിട്ട് ബൗളിൽ ഒഴിച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ തേങ്ങയും ഉള്ളിയും ജീരകവും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സിൻ്റെ ജാർ തന്നെ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. ഉപ്പെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈം ഉപ്പ് ചേർത്ത് കൊടുക്കണം, അതായത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചരിപ്പൊടി, ഞാനിവിടെ പച്ചരി പൊടി വെച്ചിട്ടുള്ള കൽമാസാണ് റെഡിയാക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പച്ചരി പൊടി ഇല്ലെങ്കിൽ പച്ചരി വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചു കൊടുത്താൽ മതി. നമ്മുടെ തേങ്ങയും ഉള്ളിയെല്ലാം അരക്കുമ്പോൾ അരച്ചു കൊടുത്താൽ മതി. 1 കപ്പ് പച്ചരിപ്പൊടിക്ക് 2 കപ്പ് പത്തലിൻ്റെ പൊടി ചേർത്തിട്ടാണ് ഞാനിവിടെ മാവ് കുഴച്ചെടുക്കുന്നത്. പച്ചരി വെച്ചിട്ട് തന്നെയുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഞാൻ പൊടി വെച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് പച്ചരിയെല്ലാം പുതിർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. മറ്റാകുമ്പോൾ പച്ചരി നമുക്ക് ആദ്യം ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്തിട്ടാണ് അരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതെല്ലാം നമ്മുടെ പത്തലെല്ലാം കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ കായടേൻ്റെലും ഷേപ്പിലാണ് ഇത് റോൾ ചെയ്തെടുക്കൽ. നമുക്ക് ബോൾസിൻ്റെ രീതിയിലാവുകയാണെങ്കിൽ ബോൾ ഷേപ്പിലും ചെയ്തെടുക്കാം. കുറച്ച് കൈക്ക് നല്ലോണം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ പരട്ടിയതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് അതിൽ ഫില്ലിങ് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് നമ്മുടെ കായടേൻ്റെലും ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. നോർമലി കൽമാസ് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവൽ. ഞാനൊരു മീഡിയം വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. ഹോട്ടലിലും നല്ലോണം വലിയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് കാണാം.
അങ്ങനെ ഓരോന്ന് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം പകുതി ഇവിടെ ഷേപ്പാക്കി എടുത്തരാം. ഇതൊന്ന് ആവിയേറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആവിയേറ്റാൻ ഇതുപോലത്തെ അരിപ്പത്തട്ടിലാണ് വെക്കുന്നത്. താഴെയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നല്ലോണം ചൂടായതിന് ശേഷം അരിപ്പത്തട്ടിൽ നല്ലോണം എണ്ണ പുരട്ടിയിട്ടാണ് നമ്മുടെ കൽമാസ് വെച്ച് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇതിൽ നമ്മൾ വെയ്യ എടുക്കുന്ന ടൈം ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് കൽമാസ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയൂല. ഏകദേശം ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മുടെ കൽമാസ് നല്ലോണം ആവി കൊണ്ടിട്ട് ഇത് വെന്ത് കിട്ടും. നിങ്ങൾക്കിത് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഞാൻ ഈ ഒരു രീതിയിലാകുമ്പോൾ പെട്ടെന്ന് കുറേ എണ്ണം വെക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൽമാസിൽ നല്ല രീതിയിൽ ആവി ഒള്ളിച്ച് എടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇത് എടുക്കേണ്ടത് ഇതിൽ ആവി പാത്രത്തിൽ നിന്ന്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. നോർമലി ഇതിൽ ഒന്ന് മസാലയിൽ മുക്കിയിട്ട് പൊരിച്ചിട്ടാണ് എല്ലാവരും കഴിക്കൽ. അതിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി വേണമെങ്കിൽ അതിടാം. കുറച്ച് ഉപ്പ് മറന്നു ഇനി, അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കൽമാസ് ഓരോന്നും പൊരിച്ചെടുക്കുന്നത്. പൊരിക്കാണ്ട് കഴിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ പൊരിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ കൽമാസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. ഇനി നമ്മൾ കൽമാസ് ഓരോന്നും നമ്മുടെ മുളകിൻ്റെ ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിലിലേക്ക് വെച്ചെടുക്കാം. ഇവിടെ കൽമാസ് ഓയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല മണലും വരുന്നുണ്ട്. നമ്മുടെ കല്ലുമ്മക്കായ് പോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കല്ലുമ്മക്കായ് എന്ന് വെച്ചാൽ ആ കല്ലുമ്മക്കായൻ്റെ അടുത്ത് ഈ ഒരു അരപ്പന്നെ, അതായത് ഈ ഒരു അരിൻ്റെ മാവനെ ചേർത്തിട്ട് ഇതുപോലെ മുളകിൻ്റെ ബാറ്ററിൽ നിന്ന് ഡിപ്പ് ചെയ്ത് പൊരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഇത് അതിന് പകരം ചിക്കൻ ഫില്ലിങ് അരിൻ്റെ അടുത്ത് നിറച്ചിട്ട് നമ്മുടെ മുളക് ബാറ്ററിൽ നമ്മൾ മുക്കി പൊരിക്കുന്നത്. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കൽമാസെല്ലാം ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ലോണം ചൂടാറിയ കൽമാസ് നമ്മുടെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറാണ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ഫില്ലിങ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓരോന്നും ലെയർ ആക്കിയിട്ട് നമ്മുടെ കവർ വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതെല്ലാം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എയർ ടൈറ്റ് ആയിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ടും നല്ലോണം ശ്രദ്ധിക്കണം. അത് നമ്മൾ ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇത്രയും കാലം മോശമാവാണ്ടിത് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും, കേടൊന്നും വരില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.